ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ വീഡിയോൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ എന്ന് പറയാം. അതായത് കഴിഞ്ഞത് ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫായിരുന്നു. വൈകുന്നേരം കുറച്ച് പ്രിപ്പറേഷൻസൊക്കെ നമ്മൾ ചെയ്ത് വെച്ചിരുന്നു, പ്ലാൻ ചെയ്തൊക്കെ വെച്ചിരുന്നു പിറ്റേ ദിവസം എങ്ങനെ വേണമെന്നൊക്കെ. അപ്പോൾ അതനുസരിച്ചുള്ള ഒരു മോർണിംഗ് ആണ് കേട്ടോ. അപ്പോൾ മോർണിംഗും അതുപോലെ തന്നെ ഒരു ചെറിയൊരു ക്ലീനിങ്ങും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ വീഡിയോയിൽ ഞാനൊരു കാര്യം, ഒരു ഹാപ്പി ന്യൂസ് ഷെയർ ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതിന് മുന്നേ ഞാൻ ഷെയർ ചെയ്യേണ്ടതായിരുന്നു. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് ചോദിച്ചപ്പോഴാണ് ഞാനത് അത് ഞാൻ ചെയ്തില്ലല്ലോ എന്ന് എനിക്ക് തോന്നിയത്. അപ്പോൾ എന്തായാലും ഒട്ടും വൈകിക്കാതെ ഞാനത് ഇവിടെ പറയണമെന്ന് തന്നെ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ രാവിലെ മോളുടെ പത്രം വായനയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കിയ റുട്ടീനിൽ ന്യൂസ് പേപ്പർ റീഡിങ് മസ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ന്യൂസ് പേപ്പർ റീഡ് ചെയ്യാമെന്ന് മാത്രമല്ല, അതിൽ നിന്ന് ഒരു പേജ് പറ്റുവാണെങ്കിൽ എഴുതുക എന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാര്യം മലയാളം നല്ല രീതിയിൽ എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ട്, നല്ല വാക്യങ്ങളും വാക്കുകളും ഒന്നും വരുന്നില്ല. അപ്പോൾ അത് ഒന്ന് ഇമ്പ്രൂവ് ചെയ്തെടുക്കണമെന്നുണ്ട്. പിന്നെ മോൻ്റെ എക്സാം നടക്കുന്നതുകൊണ്ട് അവനിരുന്ന് പഠിക്കുകയാണ്. പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ കിച്ചണിലോട്ട് വന്നു. കിച്ചണിൽ വന്നിട്ട് കഴുകി വെച്ച പാത്രങ്ങൾ പോലും ഞാൻ എടുത്തു വെക്കുന്നില്ല കേട്ടോ. കാരണം എനിക്ക് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ചെയ്ത് തീരാനുണ്ട്. കാരണം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പയർ ചെയ്യണം, അതുപോലെ ലഞ്ച്, സ്നാക്ക്, ഇതെല്ലാം നമ്മളിപ്പോൾ കുറേ നാളായിട്ട് ചെയ്യാത്ത കുറേ കാര്യങ്ങളാണല്ലോ. അപ്പോൾ അത് പെട്ടെന്ന് ചെയ്ത് പോകും. അപ്പം ഇടയിൽ പാത്രങ്ങൾ നമുക്ക് ഇടയിലൊക്കെ എടുത്തു വെക്കാമല്ലോ. അങ്ങനെ അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ പുട്ടും പിന്നെ വൻപയർ മെഴുക്കുവരട്ടിയാണ് കേട്ടോ. അപ്പോൾ ആദ്യമേ ഞാൻ വൻപയർ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ഒന്ന് കുക്കറിൽ വേവിച്ച് എടുക്കുകയാണ്. ഇനിയിപ്പോൾ അത് റെഡി ആകുമ്പോഴത്തേനും ഞാൻ പെട്ടെന്നൊന്ന് പുട്ട് നനച്ചെടുക്കുകയാണ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് പൊൻകതിറിൻ്റെ പുട്ടുപൊടിയാണ് കേട്ടോ. അപ്പം എല്ലാ പുട്ടുപൊടി യൂസ് ചെയ്തിട്ടും എനിക്ക് ഏറ്റവും നന്നായിട്ട് തോന്നിയത് അജ്മിയുടെ പുട്ടുപൊടി തന്നെയാണ് കേട്ടോ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പോയപ്പോഴത്തേനും അജ്മിയുടെ ഒറോട്ടിപ്പൊടി വന്നിട്ടുണ്ട്. പത്തിരിപ്പൊടി തന്നെയാണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്, പക്ഷെ അതിൽ ഒറോട്ടിപ്പൊടി എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒറോട്ടി എന്ന് വിളിക്കുന്നത് എനിക്ക് തോന്നുന്നു, ഞങ്ങളിവിടെ കനപ്പത്തിരി എന്ന് പറഞ്ഞിട്ട് കട്ടിയിലൊരു പത്തിരി ഉണ്ടാക്കും, അതാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഞാനത് എടുത്തിട്ടില്ല, എടുക്കണോ വേണ്ടിയോ എന്നുള്ളൊരു ഡൗട്ടിലാണ്. അപ്പോൾ ഇന്ന് എന്തായാലും നമ്മൾ സാധാരണ വെള്ള പുട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. റാഗിയോ അതല്ലെങ്കിൽ ഓട്സോ ഒന്നും തന്നെ എക്സ്ട്രാ ഉണ്ടാക്കുന്നില്ല കേട്ടോ. ഞാൻ ഡയറ്റൊക്കെ ചെയ്തിരുന്നപ്പോൾ, ഡയറ്റ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, പക്ഷെ ഇപ്പോൾ തിരക്കുണ്ട്. അതുപോലെ വർക്കൗട്ടാണെങ്കിലും ഡയറ്റാണെങ്കിലും കുറച്ചൊന്ന് സൈഡാക്കിയേക്കാണ്. ഭയങ്കര സ്ട്രെസ്ഫുൾ ആവുമ്പോഴത്തേനും നമ്മളെല്ലാം കൂടി നമ്മളുടെ ഡേയിലോട്ട് കൊണ്ടുവരാൻ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമുക്കും ഭയങ്കര മെൻ്റലി ആണെങ്കിലും ഭയങ്കര ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് ജസ്റ്റ് ഇപ്പം പോകുന്ന പോലെ അങ്ങ് പോയിട്ട്, ഇപ്പം എനിക്ക് മോൻ്റെ എക്സാം ഒന്ന് കഴിഞ്ഞാൽ ആ ഒരു കാര്യം നമ്മുടെ റുട്ടീനിൽ നിന്ന് മാറുമല്ലോ. പിന്നെ നമുക്ക് പയ്യെ ഒരു റുട്ടീനിലേക്ക് സെറ്റായി വരാം. പിന്നെ എന്തായാലും ഇപ്പോൾ ഉടനെ തന്നെ നോമ്പ് തുടങ്ങും, അപ്പോൾ പിന്നെയും പുതിയൊരു റുട്ടീനാവും. അപ്പോൾ തൽക്കാലം പോകുന്ന പോലെ പോട്ടെ, അങ്ങനെയാണ് കേട്ടോ വിചാരിക്കുന്നത്. പിന്നെ ഞാൻ മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സവാളയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഞാൻ ഉള്ളിയൊന്നും എടുത്തിട്ടില്ല. സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് വഴന്നു വരുമ്പോൾ നമ്മൾ സാധാരണ മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്ന പോലെ തരിമുളകൊക്കെ ചേർത്തിട്ട് മെഴുക്കുവരട്ടി ആക്കി എടുക്കുകയാണ്. അപ്പോൾ ഇനി എൻ്റെ അടുത്ത പണി എന്ന് പറഞ്ഞാൽ മോൾക്ക് ലഞ്ച് ഉണ്ടാക്കണം. അപ്പോൾ അവൾ ചപ്പാത്തിയാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ചപ്പാത്തിക്ക് വേണ്ടിയിട്ട് കറിയായിട്ട് പനീർ ബുർജി ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ട് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുക എന്നൊക്കെ ഒന്ന് നോക്കി. അപ്പോൾ എൻ്റേതായിട്ടുള്ള ഒരു രീതിയിൽ അതിൽ ചേർക്കേണ്ട എല്ലാ സാധനങ്ങളും ഒന്നും തന്നെ ഇല്ല. എന്നാലും ഞാൻ പനീർ തലേദിവസം വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നേരത്തെ തന്നെ ഫ്രീസറിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നേരം എടുത്ത് വെള്ളത്തിലിട്ടപ്പോഴത്തേനും പിന്നെ നമുക്കത് കട്ട് ചെയ്തെടുക്കാൻ പറ്റി. പനീർ ഞാൻ അധികമൊന്നും ഉണ്ടാക്കിയിട്ടില്ല, പക്ഷെ മോൾക്ക് നല്ല ഇഷ്ടമാണ്. ആദ്യമായിട്ടാണ് കേട്ടോ പനീർ ബുർജി ഉണ്ടാക്കുന്നത്. അപ്പോൾ യൂട്യൂബ് നോക്കിയാണ് ഉണ്ടാക്കിയത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ എന്തായാലും റെസിപ്പി ഞാനിപ്പോൾ എന്തായാലും ഷെയർ ചെയ്യുന്നില്ല. ഒന്നാമത് ഞാനത് ഓർക്കുന്നില്ല കറക്റ്റായിട്ട്. നമ്മൾ ആ ഒരു സമയത്ത് നോക്കി പെട്ടെന്നൊന്ന് ഉണ്ടാക്കി പോകുമായിരുന്നല്ലോ, സ്ഥിരമായി ഉണ്ടാക്കുന്നതല്ല. അപ്പോൾ നമ്മൾ സവാള, തക്കാളി അങ്ങനെയുള്ള സാധനങ്ങളും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് ഇതൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ബേബി കോണും കൂടി ആഡ് ചെയ്തിരുന്നു കേട്ടോ. അതൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഇതിപ്പം പകുതി ഇതിൻ്റെ മസാലകളൊക്കെ ആഡ് ചെയ്തപ്പോഴത്തേനും പിന്നെ എനിക്ക് മോനെ വിടാനുള്ള കാര്യങ്ങളായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ പനീർ ബുർജി തൽക്കാലം പെൻഡിങ്ങിൽ വെച്ചിട്ട് അവൻ്റെ സ്നാക്ക് ബോക്സ് പാക്ക് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ. കാരണം നമ്മൾ ഇതുമ്മ കോൺസെൻട്രേറ്റ് ചെയ്താൽ എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാനത് പെൻഡിങ് വെക്കുക.
അപ്പോഴേക്കും അവിടെ പയർ വെന്ത് പിന്നെ സവാള മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു പണി അങ്ങ് തീർത്തു. കാരണം അതെന്തായാലും എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ആവശ്യമുള്ളതാണല്ലോ. അപ്പോഴത്തേനും ഞാൻ 2 ചപ്പാത്തി ഉണ്ടാക്കിയെടുത്തു കേട്ടോ. ഇത് ഹാഫ് കുക്ക്ഡ് ചപ്പാത്തിയാണ്. നമ്മൾ ഡെയിലി ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഒന്നും നടന്നില്ല. അപ്പോൾ ഹാഫ് കുക്ക്ഡ് ചപ്പാത്തി വാങ്ങിച്ചിട്ട് അത് ഞാൻ 2 എണ്ണം, എളുപ്പമാണല്ലോ, ജസ്റ്റ് ഒന്ന് പാനിലിട്ട് ചെയ്താൽ അത് റെഡിയാവും. അപ്പോൾ എന്തായാലും ഇന്ന് അങ്ങനെയാണ് ചെയ്യണത്. പിന്നെ ഞാൻ കുറച്ച് നെയ്യൊക്കെ പുരട്ടി കൊടുക്കും കേട്ടോ. കുട്ടികൾക്ക് എന്തായാലും നെയ്യൊക്കെ ഒത്തിരി നല്ലതല്ലേ. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് നല്ല റിച്ചായിട്ട് തന്നെയാണ് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കുന്നത്. നല്ല നാടൻ നറു നെയ്യാണ് കേട്ടോ. ഇതിവിടുത്തെ ഒരു ഓർഗാനിക് ഷോപ്പുണ്ട്, അവിടെ നിന്ന് വാങ്ങിയ നെയ്യാണ്. അപ്പോൾ നല്ല അടിപൊളി നെയ്യാണ്, ഹോം മെയ്ഡൊക്കെ ആയിട്ടുള്ളത്. അപ്പോൾ കുട്ടികൾക്കാണെങ്കിലും നല്ലതാണല്ലോ അങ്ങനെ കൊടുക്കുന്നത്. പിന്നെ മോൻ്റെ സ്നാക്ക് ബോക്സ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ്, വ്യത്യാസമൊന്നുമില്ല. കേക്കും നമ്മുടെ മൂങ് ദാൽ ഫ്രൈയും അതുപോലെ നട്ട്സും. അപ്പോൾ അടുപ്പിച്ച് ഒരേപോലത്തെ തന്നെയാണല്ലേ കാണിക്കുന്നത്. പക്ഷേ തൽക്കാലം ഞാനിപ്പം അതിന് സ്ട്രെയിൻ എടുക്കുന്നില്ല, കഴിക്കുന്നത് എന്താണോ അത് കൊടുത്തു വിടുകയാണ്. പിന്നെ നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. തേങ്ങയൊന്നും ഇട്ടിട്ടില്ല കേട്ടോ പുട്ടിൽ. മോന് തേങ്ങ ഇഷ്ടമല്ല, ഞങ്ങൾക്ക് തേങ്ങ ഇഷ്ടമാണ്. അപ്പോൾ ആദ്യമേ ഉണ്ടാക്കുന്നതിൽ തേങ്ങ ഇടത്തില്ല, പിന്നീട് നമ്മൾ തേങ്ങയൊക്കെ ഇട്ടുണ്ടാക്കും. തേങ്ങ കിടന്നു കഴിഞ്ഞാൽ അവനതൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആദ്യത്തെ ഒരു സെറ്റ് അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അത് കൊടുത്താൽ മതിയല്ലോ അങ്ങനെ. പിന്നെ ഞാൻ 2 കാടമുട്ട വെച്ചിട്ട് ബുൾസൈ പോലെ ആക്കി എടുക്കണം കേട്ടോ. കാടമുട്ട ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഇതുപോലെ ഫസ്റ്റ് ഡേ നമുക്ക് ഒരു ഭയങ്കര ഒരു ഒത്തിരി സംഭവങ്ങൾ കുട്ടികളെ കൊണ്ട് കഴിപ്പിക്കാൻ വേണ്ടി ഒരു വലിയൊരു ആവേശമായിരുന്നില്ലേ. എനിക്കും ആ ഒരു ആവേശം ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ട് പോകണം, കുറേ ഫുഡൊക്കെ കഴിച്ച് ക്ലാസ്സിലൊന്നും ഉറക്കം തൂങ്ങാതെ. പ്രത്യേകിച്ച് അവർക്ക് ഒരു റുട്ടീൻ ചേഞ്ച് അവർക്കും ഒരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ എന്തായാലും എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ചെയ്തിട്ട് കാടമുട്ടയൊക്കെ ഉണ്ടാക്കി. പിന്നെ അതുപോലെ പാല് റെഡിയാക്കുന്നുണ്ട്. ഞാൻ ബൂസ്റ്റ് ഇടയ്ക്ക് ചേർക്കലുണ്ട്. പിന്നെ ഇപ്പോൾ മോൾക്ക് കൊടുക്കുമ്പോൾ മാക്സിമം മധുരം ഒഴിവാക്കി കൊടുക്കുക. അവൾക്കത് പ്രശ്നമില്ലാത്തതുകൊണ്ട് ഞാൻ മധുരം ഇല്ലാണ്ട് അരിക്കാതെ തന്നെ പാല് കൊടുക്കാൻ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. ഇതിപ്പോൾ വീണ്ടും നമ്മുടെ പനീർ ബുർജിയുടെ പ്രിപ്പറേഷൻസ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഞാൻ തക്കാളിയൊക്കെ ആഡ് ചെയ്തതിലോട്ട് ബേബി കോൺ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇച്ചിരി ബേബി കോൺ പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യില്ല. അപ്പോൾ അത് ജസ്റ്റ് തിന്നായിട്ട് അരിഞ്ഞിട്ട് ആഡ് ചെയ്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ അതും പെട്ടെന്ന് തന്നെ റെഡിയാവും. അപ്പോൾ അവിടെ മോള് നമ്മൾ ഈ പനീർ ബുർജി ഉണ്ടാക്കുന്ന കണ്ടപ്പോൾ അവൾക്ക് വേണ്ടിയുള്ള റെസിപ്പിയാണല്ലോ. അപ്പം നല്ല ആവേശമായിരുന്നു വന്ന് ഇളക്കാനും അതിൻ്റെ ടേസ്റ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയാനും ഡിസ്കസ് ചെയ്യാനൊക്കെ നല്ല ഇഷ്ടമായിരുന്നു. അങ്ങനെ അവളും കൂടി ആ പ്രിപ്പറേഷൻസിൽ ജോയിൻ ചെയ്തു കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ പനീർ ബുർജി റെഡി ആയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതിനകത്തൊരു എഗ്ഗും കൂടി ഇട്ടാൽ നല്ലതാണ്, പക്ഷെ ഞാനിപ്പം എഗ്ഗ് ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാ 2 ചപ്പാത്തിയും പിന്നെ ചെറിയ ബോക്സിനകത്ത് പനീർ ബുർജിയും ഇട്ടിട്ട് ലഞ്ച് ബോക്സ് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അവൾക്കുള്ള സ്നാക്ക് അവൾ തന്നെ പ്രിപ്പയർ ചെയ്തോളാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആപ്പിൾ ഒന്ന് പീൽ ചെയ്തെടുക്കുകയാണ് കേട്ടോ. മോൾക്ക് പിന്നെ ഫ്രൂട്ട്സ് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ആപ്പിൾ ഇവിടെ സ്ഥിരം ഉണ്ടാവും. അപ്പം അത് പീൽ ചെയ്തെടുത്തിട്ട് അത് കട്ട് ചെയ്ത് കൊണ്ടുപോയാൽ മതിയല്ലോ. ശരിക്കും മോൻ്റെ പോകാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ അവൻ ബാഗൊക്കെ പാക്ക് ചെയ്ത് വെള്ളമൊക്കെ റെഡിയാക്കി എടുത്തിട്ട് പോവുകയാണ്. പിന്നെ മോള് ഇരുന്ന് നമ്മളുടെ പുട്ടും പയറും പിന്നെ കാടമുട്ട ഉണ്ടായിരുന്നു, പിന്നെ എന്തായിരുന്നു പാലും കുടിക്കാനുണ്ടായി. അപ്പോൾ നല്ല ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ്, ഹെൽത്തി സ്നാക്ക്, ഹെൽത്തി ലഞ്ചൊക്കെ ആയിരുന്നു അല്ലേ. 8 മണിയായപ്പോഴത്തേനും പോകാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് സ്കൂൾ ബസ്സിൽ കയറുന്നത്. കുറേ നാളായിട്ട് നടന്നുമൊക്കെ ആയിരുന്നു കേട്ടോ പോയിരുന്നത്. ഇപ്പോൾ സ്കൂൾ ബസ് ഏൽപ്പിച്ചിട്ട് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഞാനും കൂടി താഴെ പോയിട്ട് സ്കൂൾ ബസ് എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് അതാ ഈ ഒരു റൂമിൻ്റെ ഒരു ക്ലീനിങ് ഉണ്ട് കേട്ടോ. ഇവിടെ നമ്മുടെ കുറേ ലോണ്ട്രി സപ്ലൈസ് പിന്നെ ക്ലീനിങ് ഐറ്റംസ് അങ്ങനെയുള്ള എക്സ്ട്രാ ഐറ്റംസൊക്കെ നമ്മൾ വാങ്ങത്തില്ലേ, അത് വെച്ചേക്കുന്നതാണ്. അപ്പം അത് ഭയങ്കര ഡിസോർഗനൈസ്ഡ് ആയിട്ട് ഒട്ടും തന്നെ ഞാൻ ശ്രദ്ധിക്കാത്തൊരു ഏരിയ ആണ് കേട്ടോ. പിക്കപ്പൊക്കെ ചെയ്യുമ്പോൾ ശരിക്കും ഈ ഭാഗത്തോട്ടൊക്കെ വരികയാണെങ്കിൽ ഇങ്ങനെയൊന്നും കെടുക്കത്തില്ല, പക്ഷേ നല്ല പോലെ ഡിസോർഗനൈസ്ഡ് ആയിട്ടാണ് കെടുക്കുന്നത്. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ക്ലീനിങ് കുറച്ച് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല കേട്ടോ, കുറച്ച് ചെയ്തു, പിന്നെ കുറച്ചുകൂടിയൊക്കെ ചെയ്യാനുണ്ട്. എന്തായാലും ഈ ഒരു കബോർഡ് ഞാൻ അത്യാവശ്യം ഭംഗിയെന്നും ഒന്നും പറയാൻ പറ്റില്ല, അത്യാവശ്യം വൃത്തിയിൽ വെച്ചു. ഈ ഒരു ബോക്സിനകത്ത് നമ്മുടെ ചെടിക്ക്
വളമൊക്കെ ഇടത്തില്ലേ, അങ്ങനത്തെ സംഭവങ്ങളാണേ. പിന്നെ അത്യാവശ്യം ഓക്കെ ആയിട്ട് സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചു. പിന്നെ താഴെയാണെങ്കിലും കുറച്ച് ജസ്റ്റ് ഒന്ന് തുടച്ചൊക്കെ ഇട്ടു കേട്ടോ. പിന്നെ സൈഡിൽ കാണുന്ന ആ ഒരു കബോർഡിൻ്റെ ഇൻസൈഡ് ഒന്നും ഞാൻ ക്ലീൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഇനിയും ഈ ഒരു സെക്ഷൻ ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ആ ഒരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങൾ. മെയിനായിട്ട് തലേദിവസം നന്നായി പ്ലാൻ ചെയ്തുകൊണ്ട് എനിക്ക് രാവിലെ നല്ല ഈസി ആയിട്ട് ആ മോർണിംഗ് കൊണ്ടുപോകാൻ പറ്റി. അപ്പോൾ എനിക്ക് അങ്ങനെയുള്ള വീഡിയോസ് കാണാൻ ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ സക്സസ്ഫുൾ ആകുമ്പോൾ അത് ഷെയർ ചെയ്യാനും എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതാണ് ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം. പിന്നെ അതുപോലെ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ ഒരു ഹാപ്പി ന്യൂസ് പറയാനുണ്ടായിരുന്നു എന്ന്. അതായത് നമുക്ക് നമ്മുടെ യൂട്യൂബിൽ നിന്ന് മോണിറ്റൈസ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം നമുക്ക് $100 ആയി. അങ്ങനെ ഫൈനലി നമുക്ക് ആ ഒരു എമൗണ്ട് കിട്ടിയിട്ടോ. ഞാനിത് ശരിക്കും മുന്നത്തെ ഒരു വീഡിയോയിൽ പറയാനിരുന്നതാണ്. അപ്പോൾ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അത് മിസ്സായിപ്പോയി. പിന്നെ എൻ്റെ മൈൻഡിൽ നിന്ന് അതങ്ങ് വിട്ടുപോയി. പിന്നെ ഈ ഫ്രണ്ട് പറഞ്ഞപ്പോഴാണ് അതെന്തുകൊണ്ട് വീഡിയോയിൽ പറഞ്ഞില്ല. അപ്പോഴാണ് ഞാനും ഓർക്കുന്നത്, ശരിയാണല്ലോ, ഇത് പറയേണ്ട ഒരു കാര്യമല്ലേ, ഏറ്റവും ആദ്യം നിങ്ങളെയല്ലേ അറിയിക്കേണ്ടത്. എന്തായാലും അതിന് ശരിക്കും സോറി. അതുപോലെ ഒരുപാട് താങ്ക്സും ഞാൻ പറയുകയാണ്. കാരണം നിങ്ങൾ വീഡിയോസ് വാച്ച് ചെയ്തുകൊണ്ടാണല്ലോ എനിക്ക് ആ ഒരു റിവാർഡ് കിട്ടിയത്. അപ്പോൾ എന്തായാലും ഒരുപാട് താങ്ക്സ് ഉണ്ട്. പിന്നെ അതുപോലെ കീപ് സപ്പോർട്ടിങ് മീ. അപ്പോൾ ഞാനിന്നൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, 3 വീഡിയോസ് വേണോ 4 വീഡിയോസ്, എനിക്ക് തിരക്കായതുകൊണ്ട് ബുദ്ധിമുട്ടല്ലേ, നിങ്ങൾക്കും മടുത്തോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ കൂടുതൽ റെസ്പോൺസ് 4 വീഡിയോസ് ഇരിക്കട്ടെ എന്ന് തന്നെയാണ്. അപ്പോൾ എന്തായാലും അതിലൊരു ഡിസിഷൻ എടുത്തിട്ടില്ല കേട്ടോ. എന്തായാലും നമുക്ക് പറ്റുന്ന പോലെ. അപ്പം എനിക്ക് കണ്ടൻറ്റിൻ്റെ ക്വാളിറ്റി കുറയരുത് എന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ വരുന്നത് ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ഡിസിഷനിലേക്ക് വന്നിട്ട് ഒന്നില്ലെങ്കിൽ 4 വീഡിയോ കണ്ടിന്യൂ ചെയ്യാം, അതല്ലെങ്കിൽ 3 വീഡിയോസിലോട്ട് വരാം. അപ്പോൾ എന്തായാലും അതൊക്കെ വരുന്ന വീഡിയോസിൽ പറയാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.